ഫോർത്ത് മോഡ്യൂളിലെ 4 ബാറിൽ ടോർക്ക് കണ്ടുപിടിക്കുന്നത് ഒരു അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോൾ ടോർക്ക് കണ്ടുപിടിക്കുന്ന ഡെമോ ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെ ഒരു സംഭവം തന്നിരിക്കും. ഫിഗർ ഒരു സൈഡിൽ ഒരു അപ്ലൈഡ് ഫോഴ്സ് തന്നിരിക്കും, ഇനി ഒരു വശത്ത് ടോർക്ക് ഉണ്ടെന്ന് പറയും, ഡയറക്ഷൻ ഒന്നും അറിയത്തില്ല. അപ്പോൾ ടോർക്കും അതിൻ്റെ ഡയറക്ഷനുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ തരാൻ നേരത്ത് തന്നെ നമ്മൾ ഈ ഫോർത്ത് മോഡ്യൂളിൽ ഈ ചോദ്യം ചെയ്യുമ്പം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ആ സ്റ്റെപ്സ്. എന്തോന്നാണ്? ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. തന്നിരിക്കുന്നതിന് അതേപടി കോൺഫിഗറേഷൻ ഡയഗ്രാം തെറ്റാതെ കറക്റ്റായിട്ട് വളവ് ചരിവൊന്നും ഇല്ലാതെ ആംഗിളൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഫോഴ്സ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ അകത്ത് മിനിമം ഫോഴ്സ് ആയിട്ടുള്ള ലിങ്കിനെ എടുക്കുക. മിനിമം ഫോഴ്സ് ഉള്ള ലിങ്കിനെ സെലക്ട് ചെയ്തെടുക്കുക. അതായത് ഫിഫ്ത്ത് മോഡ്യൂളിലെ പോലെ ഒരു റിഫറൻസ് ആയിട്ട്, എക്സിനെ റിഫറൻസ് ആയിട്ട് എടുക്കുന്ന പോലെ ഇതിനൊരു റിഫറൻസ് ആയിട്ട് എടുക്കുക, മിനിമം ഫോഴ്സ് ഉള്ളതിന്. എന്നിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് കൊടുക്കുക. നമ്മൾ മിനിമം ഫോഴ്സ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത ആ ലിങ്കിനെ എടുത്ത് പാരലൽ വരയ്ക്കുക. ആ വരയ്ക്കുന്ന മെഷർ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ആ പേരും അതിൻ്റെ ഫോഴ്സും അടയാളപ്പെടുത്തിയേക്കുക. ആ സെഗ്മെൻറ്റ് കഴിഞ്ഞു. അതിനുശേഷം എന്തോന്നാണ്? അടുത്തയിലേക്ക് വരിക. അടുത്തയിലേക്ക് നമ്മൾ ഏത് കൈയിലേക്ക് വരും? നമ്മൾ അപ്ലൈഡ് ഫോഴ്സിലേക്ക് വരും. അപ്ലൈഡ് ഫോഴ്സിനെ എടുത്ത് വരയ്ക്കുക. മെഷർ ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. വരച്ചതിന് ശേഷം നമ്മൾ റിഫറൻസിനെ എടുത്ത് മണ്ടയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ഈ റിഫറൻസ് എന്ന് പറയുന്ന സാധനം ഈ ഫോഴ്സുമായിട്ട് മുട്ടും. ആ പോയിന്റും കൂടെ മുട്ടിക്കുക. മിച്ചമുള്ള ഇപ്പുറത്തേക്ക് മുട്ടിക്കുക. ഓൾറെഡി നമ്മളിവിടെ പേര് കൊടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ പേരിനെ ആ ഫോഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഫോഴ്സ്, ഇതാണ് ഫോഴ്സ്, അതിൻ്റെ ഡയറക്ഷൻ കിട്ടി. അതിനുശേഷം എന്താണ്? വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വെക്റ്റർ ഡയഗ്രാം. കിട്ടിയ നമുക്കറിയാവുന്ന ഫോഴ്സിനെ സ്കെയിൽ ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള രണ്ടിൻ്റെയും ഡയറക്ഷൻ അറിയാമല്ലോ, അത് റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂസും കിട്ടും. അത് നമുക്ക് അളന്നിട്ട് നമ്മൾ സ്കെയിൽ എടുത്തതുമായിട്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഫോഴ്സ് എത്ര ന്യൂട്ടൺ എന്നുള്ളത് കിട്ടും. അതിനുശേഷം എന്തോന്ന് ചെയ്യുക? മിനിമം ഫോഴ്സിൻ്റെ ഇത് കഴിഞ്ഞു, അപ്ലൈഡ് ഫോഴ്സിൻ്റെ കഴിഞ്ഞു. ഇനി മിച്ചമുള്ള ലിങ്ക് എന്ന് പറയുന്നത് ഫിക്സഡും ഫിക്സഡ് നമ്മളെ കളിക്കൂട്ടത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. ഫിക്സഡിന് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, ഇതില്ലാത്ത രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ മിച്ചമുള്ളത് ടോർക്കിൻ്റെ സൈഡും ആ ഒരു വശത്തിനെ അളന്നെടുക്കുക. റിഫറൻസ് കൊണ്ട് മണ്ടയ്ക്കും താഴെയും സെയിം ആയിട്ട് പാരലൽ വരയ്ക്കുക. എന്നിട്ട് മണ്ടയ്ക്കുള്ള ഈ ഒരു ലൈനിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും പെർപെൻഡിക്കുലർ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ എച്ച് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടും. ഇവിടെ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ഇത് പെർപെൻഡിക്കുലർ ലൈനാണ്. ഈ ലൈനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ അത് കിട്ടും. അത് എടുക്കുന്നത് സെൻറ്റിമീറ്റർ ആണോ MM ആണോ ഏതിലെടുത്താലും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ എടുത്ത് എഴുതാൻ നേരത്ത് മീറ്ററിലേക്കായിട്ട് മാറ്റിക്കോണം. സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റാൻ /100, മില്ലിമീറ്ററിന് മീറ്ററിലേക്ക് ആകണമെങ്കിൽ /1000. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്തോന്ന് ചെയ്യുന്നു? നമ്മൾ എന്നാ പറയുന്നത്, ഇതിൻ്റെ പേര് ഇവിടെ നമ്മൾ കൊടുത്തല്ലോ. ഇനിയിപ്പം നമ്മൾ ഈ വെക്റ്റർ ഡയഗ്രാം വെച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുന്നു. ഡയറക്ഷൻ നോക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ എന്ന് മനസ്സിലാവും. അതും അതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം അടുത്തയിലേക്ക് അവസാനത്തെ സ്റ്റേജ്, 6th സ്റ്റേജ്, കപ്പിൾ ആൻഡ് ടോർക്ക്. കപ്പിൾ = F/H. F എന്ന് പറയുന്നത് F32 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതും സെയിം ആണ്, അപ്പോൾ ഇങ്ങോട്ട് പാസ്സാവും. ഇതും കൂടെ സെയിം ആണ്, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ട് പാസ്സാവും. ഇതും കൂടെ സെയിം ആണ്, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ട് പാസ്സാവും. അപ്പോൾ അങ്ങനെ F32 = F34. ഓക്കെ, അങ്ങനെയാണ് കിട്ടിയത്. 51 × 0.019 മീറ്റർ H ചെയ്തപ്പോഴത്തേക്കും കിട്ടി. കപ്പിളിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡാണ് ടോർക്കിന്, പക്ഷേ ഡയറക്ഷൻ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. കപ്പിള് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ്, കപ്പിള് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കൗണ്ടർ ക്ലോക്ക് വൈസാണ് കപ്പിള്. അപ്പോൾ ടോർക്ക് എടുത്ത് എഴുതുമ്പോൾ എന്തെന്ന് എഴുതണം? ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് എഴുതണം. അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു സംഭവം, ഈ ഒരു 6 സ്റ്റെപ്പിനെ മൈൻഡിൽ കയറ്റുക. ഇത് സെറ്റായി കഴിഞ്ഞാൽ പക്ക. കോൺഫിഗറേഷൻ ഡയഗ്രാം, പിന്നെ മാർക്ക് ഫോഴ്സ്, അതിൻ്റെ അകത്തുനിന്ന് മിനിമം ഫോഴ്സിനെ സെലക്ട് ചെയ്യുക. ഫ്രീ ബോഡി ഡയഗ്രാം, അതിൻ്റെ അകത്ത് മിനിമം ഫോഴ്സ് വരയ്ക്കുക, അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കുക. അതിനുശേഷം വെക്റ്റർ ഡയഗ്രാം സ്കെയിൽ എടുത്ത് വരയ്ക്കുക. പിന്നെ ടോർക്കിൻ്റെ ലിങ്ക് ഏതാണോ ആ ലിങ്കിനെ എടുത്ത് വരയ്ക്കുക. അതിനുശേഷം കപ്പിൾ ആൻഡ് ടോർക്ക് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഞാൻ കോൺഫിഗറേഷൻ ഡയഗ്രാം സെറ്റായിട്ട് വരച്ചു. വരയ്ക്കാൻ നേരത്ത് ഈ ആംഗിൾ എടുക്കേണ്ടത് നമ്മൾ സെപ്പറേറ്റ് വരച്ചിട്ടാണ് ഇതിലേക്ക് കൊണ്ടുപോകേണ്ടത്. കറക്റ്റ് മുട്ടിക്കുന്ന പോയിന്റ് അവർ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, ഇത്ര ഇതിൽ വേണം മുട്ടിക്കാൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ തന്നെ കറക്റ്റായിട്ടും നമ്മൾ കൊടുക്കുക. കൊടുത്താൽ അതിങ്ങനെ ഈ കോൺഫിഗറേഷൻ ഡയഗ്രാം കഴിഞ്ഞു. പിന്നെ BC ആണ് ഇതിനകത്ത് മിനിമം കൺസ്ട്രെയിൻറ്റ്. പിന്നെ ഇത് ഞാൻ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? അയൽവക്കത്തെ ആളുടെ നോക്കിയിട്ട് നമ്മുടെ, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് നോക്കിയിട്ട് നമ്മുടെ. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2 ഉണ്ടെങ്കിൽ 1 എഴുതിയിട്ട് 2, ഇവിടെ 2, 3 ഉണ്ടെങ്കിൽ 3 എഴുതിയിട്ട് 2. 4 ബാറിന് ഇങ്ങനെയാണ് രീതി, ഇങ്ങനെയാണ് ചോദിക്കത്തുള്ളൂ. അതിനുശേഷം ഫ്രീ ബോഡി ഡയഗ്രാം എടുത്ത് വരച്ച് ഈ റിഫറൻസ് പോലത്തെ ഈ സാധനത്തിന് നമ്മൾ ആദ്യമേ കാണിച്ചു, മിനിമം കൺസ്ട്രെയിൻറ്റ് ചെയ്താന്ന് പറഞ്ഞ് കാണിച്ചു.
അതിനുശേഷം എന്തോന്ന് ചെയ്തു, നമ്മൾ അപ്ലൈഡ് ഫോഴ്സിലേക്ക് വന്നു. അതിനടുത്ത് ഞാൻ മെഷർ ചെയ്ത് വരച്ചു. മെഷർ ചെയ്ത് വരച്ചെന്ന് വെച്ചാൽ ഈ ഒരു ലിങ്കിനെ മാത്രം നമ്മൾ മെഷർ ചെയ്ത് വരയ്ക്കുക, പോയിന്റ് കറക്റ്റ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഫോഴ്സിനെ പാരലൽ എടുത്ത് വെച്ച് വരച്ചു. ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്തു ഇതിൻ്റെ, എന്നിട്ട് ഇതും കൂടെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ഒരു ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടി. ഇനി അത് വെച്ച് ഞാൻ വെക്ടർ ഡയഗ്രാം വെച്ചു. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ്. വെക്ടർ എന്ന് പറഞ്ഞാൽ മൈൻഡിൽ വരണം ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഞാൻ വരയ്ക്കാൻ നേരത്ത് 120 ഞാൻ സ്കെയിൽ ചെയ്തു, 30 സ്കെയിൽ ചെയ്തു. അപ്പോൾ എത്രയാണ് സെൻറ്റിമീറ്റർ അതിൻ്റെ റെസ്പെക്റ്റീവായിട്ട് ഞാൻ എടുത്ത് വരച്ചു. ബാക്കി F34 F14 ഇങ്ങനെ റോൾ ചെയ്ത് വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോന്ന് കിട്ടി, ഇതിൻ്റെ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വാല്യൂസ് കിട്ടി. സെൻറ്റിമീറ്റർ കിട്ടുന്നതിന് തിരിച്ച് നമ്മൾ ഈ സ്കെയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് കൺവേർട്ട് ആവും എത്ര ന്യൂട്ടൺ ആണെന്നുള്ളത്. അപ്പോൾ അതും കഴിഞ്ഞു. അതിനുശേഷം അടുത്ത ഫൈനൽ സ്റ്റേജ് തന്നെ ടോർക്കിൻ്റെ ലിങ്ക് എടുക്കുക. ടോർക്കിൻ്റെ ലിങ്ക് എടുത്ത് വരച്ചു. റെഫറൻസ് കൊണ്ട് തന്നെ മണ്ടയ്ക്കും താഴെയും പാരൽ വരച്ചു. എന്നിട്ട് ആ പാരൽ വരച്ച് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാൻ നേരത്ത് എച്ച് കിട്ടും. അത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ മീറ്ററിലേക്ക് എടുക്കുക. എങ്ങനെയാണ് മീറ്ററിൽ അതിൻ്റെ വാല്യൂ എടുക്കുക. പിന്നെ ഡയറക്ഷൻ നോക്കുക, F32 ഇത് F12. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും ഇത് വെച്ചിട്ട് നോക്കുക. ഏത് വെക്ടർ ഡയഗ്രാം വെച്ചിട്ട് നോക്കുക. വെക്ടർ ഡയഗ്രാം വെച്ചിട്ട് വേണം ഇതിൻ്റെ ഡയറക്ഷൻ നോക്കാൻ. F34 മണ്ടക്കോട്ട്, ഇതിങ്ങനെ മണ്ടക്കോട്ടാണെങ്കിൽ ഇതിങ്ങോട്ട്, ഇതിങ്ങോട്ടാണെങ്കിൽ ഇതിങ്ങോട്ട്. അപ്പം ഇതിങ്ങനെ വരും എന്ന് പറഞ്ഞ് നമുക്ക് മൈൻഡിൽ കിട്ടും, ഈ സാധനം കിട്ടും. അപ്പം ഇത് കിട്ടുക, ഇത് ഇങ്ങോട്ടാണെന്ന് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. സപ്പോസ് ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്, ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കറക്കുമ്പോൾ ക്ലോക്ക് വൈസിൽ, കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങും. അതേസമയം ഇങ്ങനെയാണെങ്കിലോ ഇതിങ്ങനെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങിയാണ്. ഓക്കെ, ശരി. അപ്പം അത്രേ ഉള്ളൂ. കപ്പിൾ F/H ആണ്. F32 ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ലിങ്കിൻ്റെ നോക്കുക, അവസാനം എടുത്തിരിക്കുന്ന ടോർക്കിൻ്റെ ലിങ്ക്. അപ്പോൾ F32 × H. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ടോർക്ക്. അത്രേ ഉള്ളൂ.